ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന സ്വന്തം അമ്മയുടെ അടുത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ വന്നിട്ട് ഒരുപാട് സ്നേഹം കിട്ടുമെന്നും പ്രതീക്ഷിച്ച് തന്നെയാണ് വരുന്നത്. സഹോദരങ്ങളെയും അമ്മയെയും അച്ഛനെയും ഒക്കെ നേരിട്ട് കാണാമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നു കയറുന്നത്. പക്ഷേ വന്ന പാടെ തന്നെ അമ്മയുടെ ശകാരവും ദേഷ്യവും വല്ലാത്തൊരു സ്വഭാവം അത് അലീനയ്ക്ക് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് കേട്ടോ. വന്ന ഉടനെ തന്നെ വീട്ടിലുള്ള നേരത്തെ നിന്നൊരു ജോലിക്കാരെ പോലും പറഞ്ഞു വിട്ടിട്ട് ആ വീട്ടിലെ എല്ലാ ജോലികളും അലീനെ കൊണ്ട് തന്നെ ചെയ്യിക്കാനാണ് സ്വന്തം അമ്മയായ വൈജയന്തി തീരുമാനിക്കുന്നത് കേട്ടോ. സ്വന്തം അതുപോലെ വൈജയന്തിയുടെ അമ്മ അലീനയുടെ മുത്തശ്ശിയെ നോക്കാനാണെന്ന് പറഞ്ഞ് ഒരു ഹോം നേഴ്സിനെ പോലെയാണ് അലീനയെ അവിടെ കൊണ്ടുവരുന്നതെങ്കിലും പിന്നീട് ആ വീട്ടിലെ മുഴുവൻ ജോലികളും അലീനയെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുന്നത്. വീട്ടു ജോലികൾ മാത്രമല്ല, മക്കളുടെ കാര്യങ്ങളും ഭർത്താവിൻ്റെ കാര്യങ്ങളും ഒക്കെ അലീനെ കൊണ്ട് ചെയ്യിക്കുകയാണ് ഓരോ കാര്യങ്ങൾ കേട്ടോ. പക്ഷേ അലീന അതിനൊക്കെ നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുക്കണമുണ്ട്. എന്നാൽ അവർ പറയുന്ന അതേ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. വീട്ടു ജോലികളും പിന്നെ 3 മക്കളുണ്ടല്ലോ വൈജയന്തിക്ക്, അത് നമ്മുടെ അലീനയുടെ സഹോദരങ്ങളാണ്. ആ 3 പേർക്കും രാവിലെ തന്നെ ആഹാരം ഉണ്ടാക്കി വെക്കുകയും പാത്രങ്ങളിലാക്കി സ്കൂളിൽ കൊടുത്തു വിടുകയും വെള്ളവും വാട്ടർ ബോട്ടിലും ബാഗിലും ഒക്കെ നിറച്ച് കൊടുത്തു വിടുന്നത് എല്ലാം നമ്മുടെ അലീന തന്നെയാട്ടോ. അങ്ങനെ അലീനയ്ക്ക് അവിടെ നല്ല വിഷമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. ഇതേ സമയം അലീനയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന രേവതി ചെന്നുവിടുന്ന മാമച്ചൻ്റെയും ഗ്രേസിയുടെയും വീട്ടിലേക്കാണല്ലോ. അവർക്കാണെങ്കിൽ മക്കളില്ലാത്തത് കൊണ്ട് തന്നെ ഒരു മകനുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ് സത്യം പറഞ്ഞാൽ. അതിനുശേഷം അവർ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ രേവതി പോലൊരു കുട്ടിയെ അവിടെ ജോലിക്ക് കിട്ടുന്നത്. പക്ഷേ അവർ വീട്ടു ജോലിക്കാരിയായിട്ടല്ല കേട്ടോ രേവതിയെ നോക്കുന്നത്. ഭയങ്കര സ്നേഹമാണ് അവർക്ക്. സ്വന്തം ഒരു മകനോടോ മകളോടോ എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് രേവതിയെ നോക്കുന്നത്. പുതിയ ഡ്രസ്സുകളും ദിവസവും ഹോട്ടലിൽ നിന്നായാലും പുറത്തുനിന്നായാലും ഭക്ഷണങ്ങളും പൊറോട്ടയായാലും ചിക്കനായാലും ഒക്കെ അവരെന്താ കഴിക്കുന്നത് അത് തന്നെ നമ്മുടെ രേവതിക്കും വാങ്ങിക്കൊടുക്കാൻ കേട്ടോ. രേവതിക്കും സ്വന്തം ഒരു അമ്മയെയോ അച്ഛനെയോ ഒക്കെ കിട്ടിയ ഒരു പ്രതീതിയാണ് അവൾക്കവിടെ. അങ്ങനെ മാമച്ചനാണെങ്കിൽ ഒരു രോഗാവസ്ഥയിൽ കഴിയുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതുപോലെയുള്ള അസുഖങ്ങളും ഹാർട്ടിനും ഒക്കെ പ്രോബ്ലം ഉള്ള ആരാട്ടോ. സിഗരറ്റ് വലിക്കരുതെന്നും മദ്യപിക്കാൻ പാടില്ലെന്നൊക്കെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും മകൻ്റെ ആ ഒരു മരണം യഥാർത്ഥത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്ന കാരണം തന്നെ മാമച്ചനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒളിച്ച് ഗ്രേസമ്മ കാണാണ്ട് കുടിയും വലിയും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ രേവതിക്കുട്ടി കണ്ടുപിടിക്കുകയാണ്. അത് ഗ്രേസമ്മയെ പറഞ്ഞു കൊടുക്കുകയും ഗ്രേസമ്മ അതിൻ്റെ നിർദ്ദേശങ്ങൾ എടുക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ രേവതിയെ വലിയ ഇഷ്ടമായിട്ടോ ഗ്രേസമ്മയ്ക്ക്. സ്വന്തം മകളെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ്. കൂടെ ഇരുത്തി TV കാണിക്കുന്നു, കഴിക്കുമ്പോൾ എന്തെങ്കിലും എടുത്ത് കൊടുക്കുന്നു, അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഒരുപാട് ബഹുമാനവും സ്നേഹവും ഒക്കെ ഒതുക്കി വെച്ചാണ് രേവതി നിൽക്കുന്നതെങ്കിലും അവർ പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും വേണ്ട ഞങ്ങളോട്, ഞങ്ങൾ നിൻ്റെ മോളെപ്പോലെ നോക്കുന്നത്, നീയും തിരിച്ച് അങ്ങനെ തന്നെ നോക്കിയാൽ മതിയെന്ന്. പിന്നെ ബ്രിജിതാമ്മ മരിക്കുന്നതിന് മുന്നേ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസം തോറും 10,000 രൂപ അവർക്ക് കൊടുക്കണം, അത് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെന്നും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാമച്ചൻ ഒരു മാസം തികയുന്ന സമയത്ത് രേവതിക്ക് 10,000 രൂപ എണ്ണി കൊടുക്കാട്ടോ. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് നീ അത് എണ്ണി നോക്കണമെന്ന്. അങ്ങനെ രേവതി അത് എണ്ണിയൊക്കെ നോക്കുകയാണ്. അത് സന്തോഷത്തോടെ വാങ്ങുവാണെങ്കിലും ഗ്രേസമ്മയുടെ കയ്യിൽ അത് കൊടുക്കുകയും ചെയ്യാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ എനിക്ക് ഇങ്ങനെ ഒരു പൈസയുടെ ആവശ്യമൊന്നുമില്ല, ഇത് നിങ്ങൾ തന്നെ സൂക്ഷിച്ച് വെച്ചാൽ മതിയെന്ന്. അങ്ങനെ അവർ തന്നെ തീരുമാനിക്കുകയാണ് ഗ്രേസമ്മ ഇവർക്ക് ഈ ഒരു അക്കൗണ്ട് തുടങ്ങി പൈസ ഇട്ട് കൊടുക്കണമെന്ന്. അങ്ങനെ സന്തോഷത്തോടെ അവർ താമസിക്കാട്ടോ. പക്ഷേ അലീനയ്ക്ക് വീണ്ടും ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത് അലീനയുടെ മുത്തശ്ശൻ്റെ തന്നെ അമ്മയുടെ സഹോദരൻ്റെ മകൻ അവൻ ഹരിശങ്കർ വല്ലാത്തൊരു ദുഷ്ടനാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ വന്ന പാടെ തന്നെ അലീനയുടെ പുറകെ നടക്കുകയാണ്, അലീനെ ദ്രോഹിക്കാനും ഒക്കെ നടക്കുകയാണ് കേട്ടോ. ആയുള്ളത് സമയത്ത് അലീനെ കാണാനായിട്ട് അവൻ വരികയും അലീനെ കൊണ്ട് സ്വന്തം മുറിയിലേക്ക് ചായയിട്ട് കൊണ്ടുവരിക്കാൻ പറയുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. എപ്പിസോഡ് തീർന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.